ശരിയാ ശരിയാ നമ്മൾ പെരുമാറാത്ത സമൂഹത്തിലെ തീരുമാനത്തിനെ വിലച്ചുകൊടുക്കുന്നവർ. നമുക്ക് ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലേ? അതിന് സമൂഹ തോക്കിലേക്ക് ഇതിന്റെ കഥ നമുക്കൊന്ന് അന്വേഷിക്കും. ശരിയാ, അതാ എനിക്കും തോന്നി. ശരിയാ, ഇവരുടെ മുഖം കണ്ടാലറിയാം. ജീവിതമാനം ചുമലിലേക്ക് ആത്മഹത്യ എല്ലാവരും ഇവന്റെ മുഖത്തോട്ടൊക്കെ നോക്കി പഠനവും അമിത പ്രതീക്ഷകളും മാത്രം കൈമുതലാക്കിയ ഈ ആധുനിക വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയല്ലേ ഇവൻ? റേറ്റില്ലാത്തോണ്ടെന്തോ കണ്ടാലും പറയും. കളി കഴിഞ്ഞിട്ട് പാട്ട് പാടുന്നവർക്ക് പ്ലാൻ നൽകുന്നവൻ ഞാൻ, നൃത്തം ചെയ്യുന്നവർക്ക് കാർ നൽകുന്നവൻ ഞാൻ. പക്ഷേ എല്ലാം ഒന്നാം സ്ഥാനക്കാരൻ മാത്രം. മാനഹാനി മണ്ണിന്റെ മണവും മണിയുണ്ടാവും ഇവളിൽ നിന്നകറ്റി ഞാനിവളെ ചന്ദ്രപ്പട്ടിയുടെ മുമ്പിൽ ഒരു പ്രതിജ്ഞയാക്കി ഒരു നിമിഷം ഞാനിവളുടെ ഉള്ളിൽ കുത്തിവെക്കുന്നു. അങ്ങനെ ഞാനിവളെ ഒരു ഓർമ്മയുടെ മുമ്പിൽ തളച്ചിരുന്നു. ഈ പഴക്കാടിനോടാണോ ജീവിക്കേണ്ടത്? പഠനത്തിനും അമിത സമ്പത്തിനും ഏകാന്തതയ്ക്കും ഇവിടെ ഒന്നിച്ചാക്രമിക്കാൻ സാധിച്ചെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? നിറവും സുഗന്ധവും ആസ്വദിക്കാൻ അനുവദിക്കാതെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ വളർത്തിയെടുത്ത ഇവരുടെ മാതാപിതാക്കളോ അതോ പണം നീതിയായി ഉയർത്തി നടത്തുന്ന ഇന്നത്തെ പരിസ്ഥിതി ആരാണ് ഉത്തരവാദി? പക്ഷേ എനിക്കൊരു സംശയം, ആയിരക്കണക്കിന് കൗമാരക്കാർ അനുഭവിക്കുന്ന ഇതേ പ്രശ്നം തന്നെയാണോ ഇതിന്റെ ഭരണത്തിന് കാരണം? അവഗണനയുടെ വേദനയും ജീവിതത്തോടുള്ള മടുപ്പും ആമുഖത്തെ തെളിഞ്ഞു കാണാം. പക്ഷേ ഈ ഒരു
ഒരിക്കലും ഒരു കൗമാര പ്രായക്കാരനല്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇതുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും വകക്കാൻ സാധിക്കുമോ? എന്റെ കൂടെ വാ. എന്നാണോ സംഭവിച്ചത്? മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഞാനിനി ആരുമില്ല. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ മറ്റൊരു വിലകൂഞ്ഞ നാടകം കൂടി ഇന്ന് ടിവിയിൽ അരങ്ങേറുന്നതിന് നാം എല്ലാം സാക്ഷ്യം വഹിച്ചു. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ 1050 പേർ നാട്ടം അനുഭവിച്ചു. നാട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ? റേഷൻകാരുമായി ഞങ്ങൾ സമീപിക്കുന്ന ആദ്യത്തെ 50 പേർക്ക് ഞങ്ങൾ നൽകുകയാണ് ദുർഗന്ധത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടുന്ന ഈ മാസ് തികച്ചും ഇവിടെ നിക്ഷേപിക്കപ്പെടുന്ന ഓരോ ടൺ മാലിന്യത്തിനും ഞങ്ങൾ നൽകുകയാണ് ഓരോ കുടുംബാംഗങ്ങൾക്കും ഇതാ ഈ കുപ്പീസ് നിവാരണ തികച്ചും സൗജന്യമായി കമ്പനിയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ ഗുണങ്ങൾ 3. ഒന്നാമതായി പുളിയമ്പറമ്പ് നിവാസികളുടെ സ്വപ്നമായിരുന്ന ഈ ചരിമുക്ത ഗ്രാമം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. രണ്ടാമതായി പുളിയമ്പറമ്പിലെ 150 കുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ 300 കുടുംബങ്ങൾ ഈ ചുരിവാദിയിലൂടെ അവരുടെ ജീവിതഭാഗം കണ്ടെത്തുന്നു. പിന്നെ മൂന്നാമതായി കമ്പനിയും ഈ സ്ത്രീ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് അനേകം ആൾക്കാർ മത്സ്യവാസനേഷി നേരിടുകയാണ്. ഇതിനെ ഞാൻ സമ്മതിക്കില്ല. പുളിയമ്പറമ്പിൽ മാലിന്യം നിക്ഷേപിക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് നിക്ഷേപിക്കാൻ ഗുരുതരമായ കയ്യിലുള്ള കുപ്പികളിലൊന്ന് നശിപ്പിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ തിരുമുദ്രമകാരികളെങ്കിലും എല്ലാവർക്കും കണ്ണിൽ കരടായി ജീവിക്കുന്ന കീടങ്ങളെ അതിന് നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ഒരു ജനസമൂഹത്തിന് അടിച്ചമർത്തുക എന്തൊരു ക്രൂരതയാണത്, എന്തൊരു അക്രമമാണത്. മലിനമായ നാടിനേക്കാൾ മാലിന്യം എന്ന മനസ്സുമായി മനുഷ്യകോലങ്ങൾ നടമാടുമ്പോൾ ആ കുത്തൊഴുക്കിൽ തകർന്ന തടയണയായിരുന്നില്ലേ ഈ ജീവിതം. അതെ, ആധുനിക ഏറ്റവും വലിയ പ്രശ്നം ഇത്
തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ മോർണിംഗ് വാക്കിന് പോകാൻ ഒരു കാറുണ്ടോ? ഈ കാറുടെ സ്വന്തമായ ഒരു വീടുണ്ട്. പ്രോജക്ട് അവതരിപ്പിക്കുന്നു. നിങ്ങളെ പോലുള്ള സ്മാർട്ടായ IT പ്രൊഫഷണൽസിന് വേണ്ടി ഒരു സ്മാർട്ട് ബില്ല രൂപ മാത്രം. എന്നാലില്ല പിന്നെ അല്ലാതെ ഇപ്പൊ എനിക്ക് കാറുണ്ട്, വീടുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാമായി ഞാൻ ഈ സ്വന്തം എല്ലാം വന്ന് തകർന്നത്. എത്ര ബുദ്ധിമുട്ട് ഞാൻ എന്റെ ഡിഗ്രിയാ, എത്ര കഷ്ടപ്പെട്ട് എനിക്ക് തൊഴിലാ. എത്ര തവണയാണ് താളമകൾ നടക്കുന്നത്. മാറ്റി നടന്നിട്ട് വീട് കൊടുക്കുന്ന വർത്താനം പറയുന്നു. സ്വപ്നങ്ങളെല്ലാം ഇവിടെ ഇടയിൽ തകർന്നു വീഴുമ്പോൾ ആ ദുഃഖത്തിന്റെ അഗ്നിയിൽ ജീവിതം ഹോമിക്കുന്ന എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ മുഴുവനല്ലേ ഇവരും. സാറേ, എന്റെ പേര് സാധു. എന്റെ മകനാ. പഠിക്കാൻ ബഹു മിടുക്കനാ. പക്ഷേ കോച്ചിങ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പേന കത്തിച്ചിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഉടൻ തന്നെ പോയി പണം അടയ്ക്കും. ബാക്കി കാര്യം ഞാൻ എഴുതു. നടക്കില്ല. ഈ പഠനവും പണവും ഒരുമിച്ച് പോണം. അതാണ് ഈ പേന കത്തിയുടെ ഒരു തന്റെ പ്രാരാബ്ദത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പേന കത്തിയുടെ തുടങ്ങി. ദേവന്മാരെ പോയി വിശിഷ്ട പ്രതിഷ്ഠ ക്ലാർക്ക് ദേവി. ക്ലാർക്ക് ദേവിയോ? ആ ദേവി രക്ഷിക്കണേ. എല്ലായിടത്തും പോയി ഇഷ്ട പ്രതിഷ്ഠ പ്രസാദിപ്പിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അതിനല്ലേടോ നോ. ഇദ്ദേഹത്തെ പുതിയ ശ്രീകോവില പണിയാനായിട്ട് ഒരു 14 കുട്ടികളെ തൊഴിലാളം നടത്തിക്കില്ല. 14 പേരോ?
ഇപ്പൊ തൽക്കാലം ദക്ഷിണായിട്ട് ഒരു 500 പൊന്നിന് 1000 റൂമിൽ തന്നോളുക. ഓ പക്ഷേ ദക്ഷിണ പറഞ്ഞ പാല കുറയും. തരമായില്ല, പേപ്പറുകൾ ശരിയായില്ല. ആയിരക്കണക്കിന് ആൾക്കാർ എന്റെ ഒരു പേനാക്കത്തിന്റെ സീറ്റിന് വേണ്ടി ക്യൂ നിൽക്കുക. തന്റെ അന്നത്തെ ആ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോഴേ ഞാൻ ആ സീറ്റിൽ മറിച്ചു വിറ്റു. ആകെ ഇവിടെ കിടപ്പാടും പണി വെച്ച അവര് സ്വപ്നം കൂടി തകർന്നാൽ അവന് എന്ത് ചെയ്യും? ചാടോ അനുമതി കിട്ടിയതോ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ജോലികൾ തുടരുമ്പോൾ അതിൽ വെന്തുരുന്നത് പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ദൈവം തങ്ങളുടെ വരദാനമായ ജീവൻ വെറും കുമിളകൾ പോലെ പൊട്ടി തകരുന്നതിന് നാം എങ്ങനെയൊക്കെ സാക്ഷ്യം വഹിച്ചു. സ്വപ്നങ്ങൾ തകർത്ത് പകച്ചിരിക്കുന്ന ഒരു അച്ഛൻ പണത്തിന്റെയും പ്രസിദ്ധിയുടെ പിന്നാലെ അന്തരായി പാഞ്ഞു സ്നേഹവും വാത്സല്യവും നൽകിയ മാതാപിതാക്കളുടെ മുമ്പിൽ ഭ്രാന്തി പിടിക്കുന്നൊരു മകൾ. സമൂഹത്തിന് പ്രതിനിധിയായി തേങ്ങുന്ന ഒരമ്മ അല്ല തുടങ്ങിയ മൃദുല വികാരങ്ങളെല്ലാം ശോഷിച്ചു തുടങ്ങിയ ഈ ആധുനിക സമൂഹത്തിന്റെ അന്ധമായ നേത്രങ്ങൾ മാറ്റിവെച്ചൊന്ന് നോക്കൂ. ഇവിടെ തൂങ്ങിക്കിടക്കുന്നത് ആരാണ്? ഒരു വ്യക്തിയാണോ? ഒരു സമൂഹമാണോ? അല്ല, മരിക്കുന്ന മനുഷ്യത്വം, സമൂഹത്തിന്റെ മരവിച്ച മനസാക്ഷി. ഇതേ മരവിച്ച സമൂഹത്തോട് തന്നെയല്ലേ നമുക്ക് പ്രതിബദ്ധതയുള്ളത്? അപ്പോൾ നമ്മൾ തയ്യാറാക്കി തിരുവനാടകം ഇവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്നാണോ പറയുന്നത്? അതല്ല, മനസാക്ഷി മരവിച്ച ഈ സമൂഹത്തിന് മുമ്പിൽ സാമൂഹികയുടെ നമ്മുടെ വെളിഭൂമിയിലെ രാജകുമാരന്റെയോ സ്വർഗത്തിലെ ദേവന്മാരുടെയോ കഥകളല്ല, മറിച്ച് പച്ചയായ മനുഷ്യ ജീവിതത്തിന്റെ ആത്മാവിനെ തൊട്ടുറക്കുന്ന സ്പന്ദനങ്ങളാണ്. നമ്മുടെ ചുറ്റും കാണുന്ന നേരിന്റെ നേർ കാഴ്ചകളാണ്. അങ്ങനെ ഭാവി തലമുറയുടെ ഹൃദയത്തിലെങ്കിലും മാനസിക മൂല്യങ്ങളുടെയും ആന്തര വികാരങ്ങളുടെയും നറുമുട്ടുകൾ വിടരട്ടെ. അതെ, നമുക്ക് തുടങ്ങാം ഒരു പുതിയ തെരുവ് നാടകം. അതെ, അങ്ങനെ നമുക്ക് ഇവിടെ ആനയനം ചെയ്യാം ഒരു പുതിയ നാടകം. വരണ്ട ഭൂതകാലത്തിന്റെ കലാസ്മരണകൾ മാറ്റിക്കളഞ്ഞു മാനവരാശിയുടെ പുന്നാമ്പുകളെ തൊട്ടുറക്കുന്ന ഒരു പൊൻ സുദിനത്തെ ഇതാ ഞങ്ങളുടെ ആരംഭിക്കുകയാണ് ഒരു പുതിയ തെരുവ് നാടകം.